എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരളത്തിലെ ഏത് നഗരത്തോട് ചേർന്നാണ് ഡോൾഫിൻ പോയിന്റ്? കേരളത്തിലെ ഏത് നഗരത്തോട് ചേർന്നാണ് ഡോൾഫിൻ പോയിന്റ്? ഓപ്ഷൻ ബി കോഴിക്കോട്. കേരളത്തിൽ കോഴിക്കോട് നഗരത്തിനോട് ചേർന്നാണ് ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി ആരാണ്? ഓപ്ഷൻ എ ജോർജ് യൂൾ. ജോർജ് യൂൾ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ സി ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 ആണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിവസം. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷമേത്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 1866. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം 1866 ആണ്. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ആര്? അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ്. കേരളം പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? കേരളം പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ ബി 1994. 1994 കേരളം പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായ വർഷം? മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായ വർഷം? ഓപ്ഷൻ ഡി 1895. 1895 മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ ഡി ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് ഏത് ചുരം കടന്നാണ്? കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് ഏത് ചുരം കടന്നാണ്? ഓപ്ഷൻ ഡി ആര്യങ്കാവ്. ആര്യങ്കാവ് ചുരം കടന്നാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? ഓപ്ഷൻ എ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ആദ്യത്തെ കിസാൻ റെയിൽ ആരംഭിച്ചത് ഏതെല്ലാം സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കിസാൻ റെയിൽ ആരംഭിച്ചത് ഏതെല്ലാം സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ബീഹാർ. മഹാരാഷ്ട്ര, ബീഹാർ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യത്തെ കിസാൻ റെയിൽ ആരംഭിച്ചത്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ ബി 1.18. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ? ഓപ്ഷൻ സി പൃഥ്വി. പൃഥ്വി മിസൈലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ. ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ
ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി 1857 മഹത്തായ വിപ്ലവം. ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ 1857 മഹത്തായ വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരള സർവകലാശാലയിൽ നിന്നും സംഗീതത്തിൽ ഡോക്ടറേറ്റ് ബിരുദം ആദ്യമായി നേടിയതാര്? കേരള സർവകലാശാലയിൽ നിന്നും സംഗീതത്തിൽ ഡോക്ടറേറ്റ് ബിരുദം ആദ്യമായി നേടിയതാര്? ഓപ്ഷൻ സി ഡോക്ടർ സി കെ രേവമ്മ. ഡോക്ടർ സി കെ രേവമ്മയാണ് കേരള സർവകലാശാലയിൽ നിന്നും സംഗീതത്തിൽ ഡോക്ടറേറ്റ് ബിരുദം ആദ്യമായി നേടിയത്. നമ്മുടെ കരളിൽ ഏത് രൂപത്തിലാണ് ഗ്ലൂക്കോസ് സംഭരിച്ചിരിക്കുന്നത്? നമ്മുടെ കരളിൽ ഏത് രൂപത്തിലാണ് ഗ്ലൂക്കോസ് സംഭരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ഗ്ലൈക്കോജൻ. നമ്മുടെ കരളിൽ ഗ്ലൈക്കോജൻ്റെ രൂപത്തിലാണ് ഗ്ലൂക്കോസ് സംഭരിച്ചിരിക്കുന്നത്. പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം? പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം? ഓപ്ഷൻ സി 1972. 1972 പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ചത്. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം? ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം? ഓപ്ഷൻ ഡി കെ എം ബീനാമോൾ. കെ എം ബീനാമോളാണ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം. കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? ഓപ്ഷൻ എ പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം എന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ബി ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ആനയെ ദേശീയ പൈതൃക ജീവിയായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? ആനയെ ദേശീയ പൈതൃക ജീവിയായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി 2010. 2010 ആനയെ ദേശീയ പൈതൃക ജീവിയായി അംഗീകരിച്ചത്. കണ്ണൂരിൽ നിന്ന് എവിടേക്കാണ് 1936 എ കെ ഗോപാലൻ പട്ടിണി ജാഥ നയിച്ചത്? കണ്ണൂരിൽ നിന്ന് എവിടേക്കാണ് 1936 എ കെ ഗോപാലൻ പട്ടിണി ജാഥ നയിച്ചത്? ഓപ്ഷൻ ഡി മദ്രാസ്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കായിരുന്നു 1936 എ കെ ഗോപാലൻ പട്ടിണി ജാഥ നയിച്ചത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് ഏത് ഗ്രന്ഥിയിലാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് ഏത് ഗ്രന്ഥിയിലാണ്? ഓപ്ഷൻ എ പാൻക്രിയാസ്. പാൻക്രിയാസ് ഗ്രന്ഥിയിലാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിലെ താപം എത്ര? ഭൂമിയുടെ കേന്ദ്രത്തിലെ താപം എത്ര? ഓപ്ഷൻ എ ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ്. ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലെ താപം. പാളികളായി രൂപപ്പെടുന്ന ശിലകൾ ഏത്? പാളികളായി രൂപപ്പെടുന്ന ശിലകൾ ഏത്? ഓപ്ഷൻ സി അവസാദ ശിലകൾ. അവസാദ ശിലകളാണ് പാളികളായി രൂപപ്പെടുന്ന ശിലകൾ. മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം? മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം? ഓപ്ഷൻ എ ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന രോഗം മൂലമാണ് മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്നത്. ഇതൊരു ജനിതക രോഗമാണ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകമേത്? ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകമേത്?
ഓപ്ഷൻ എ ടിൻ. ടിന്നാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം. നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ. നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ. ഓപ്ഷൻ എ അസ്ഫിക്സിയ. അസ്ഫിക്സിയ എന്ന അവസ്ഥയാണ് നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി ഏത്? നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ ബി കോസി. കോസി നദിയാണ് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നത് ആരുടെ ചുമതലയാണ്? ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നത് ആരുടെ ചുമതലയാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. രാഷ്ട്രപതിയുടെ ചുമതലപ്പെടുന്നതാണ് ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നത്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഉപജ്ഞാതാക്കൾ. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഉപജ്ഞാതാക്കൾ. ഓപ്ഷൻ ബി ഇന്ത്യൻ ലോ കമ്മീഷൻ. ഇന്ത്യൻ ലോ കമ്മീഷനാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഉപജ്ഞാതാക്കൾ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏത്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയാണ് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല. 2022 ജൂലൈയിൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ലിസ്ബൺ ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? 2022 ജൂലൈയിൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ലിസ്ബൺ ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ സമുദ്ര സംരക്ഷണം. 2022 ജൂലൈയിൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ലിസ്ബൺ ഡിക്ലറേഷൻ സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. ഓപ്ഷൻ സി മൊറാർജി ദേശായി. മൊറാർജി ദേശായിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. മധ്യരേഖാ പ്രദേശത്തു കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം എത്ര കിലോമീറ്ററാണ്? മധ്യരേഖാ പ്രദേശത്തു കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ ഡി 40,000. മധ്യരേഖാ പ്രദേശത്തു കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം 40,000 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. ഓപ്ഷൻ ബി തൂത്തുക്കുടി. തൂത്തുക്കുടിയാണ് ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി. ഓപ്ഷൻ ഡി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിൻ്റെ സങ്കര ഇനമാണ്? പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിൻ്റെ സങ്കര ഇനം ആണ്? ഓപ്ഷൻ ഡി കുരുമുളക്. കുരുമുളകിൻ്റെ ഒരു സങ്കര ഇനമാണ് പന്നിയൂർ 1. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ.
കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ? ഓപ്ഷൻ ഡി ജ്യോതി വെങ്കടാചലം. ജ്യോതി വെങ്കടാചലമാണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ? ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ? ഓപ്ഷൻ സി കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ. പ്രിസണർ 5990 ആരുടെ ആത്മകഥയാണ്? പ്രിസണർ 5990 ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് പ്രിസണർ 5990. ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം. കേരളമാണ് ആദ്യമായി ഇന്ത്യയിൽ സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത്. അമ്ലത്തിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവം പുലർത്തുന്ന ലോഹം? അമ്ലത്തിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവം പുലർത്തുന്ന ലോഹം? ഓപ്ഷൻ ബി അലുമിനിയം. അലുമിനിയമാണ് അമ്ലത്തിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവം പുലർത്തുന്ന ലോഹം. LIC നിലവിൽ വന്ന വർഷമേത്? LIC നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1956. 1956 LIC നിലവിൽ വന്നത്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി? ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി? ഓപ്ഷൻ ഡി സ്രാവ്. സ്രാവാണ് തന്നിരിക്കുന്നവയിൽ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം? ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം? ഓപ്ഷൻ ഡി അനുച്ഛേദം 30. ഭരണഘടനയിലെ അനുച്ഛേദം 30 പ്രകാരമാണ് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ അധികാരം ലഭിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് താഴെ പറയുന്ന ഏതു ഭൂവിഭാഗത്തിൽ പെടുന്നു? ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് താഴെ പറയുന്ന ഏത് ഭൂവിഭാഗത്തിലാണ് പെടുന്നത്? ഓപ്ഷൻ ഡി ചുരം. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ഒരു ചുരമാണ്. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ്? രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ്? ഓപ്ഷൻ ബി ഉൽപ്രേരകങ്ങൾ. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.